ഇഗ്നോ പോയിൻറ്റേഴ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ജെൻഡർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട 2 MA കോഴ്സസിനെ കുറിച്ചാണ്. സോ ആദ്യത്തെ MA കോഴ്സ് എന്ന് പറയുന്നത് വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസും രണ്ടാമത്തെ MA കോഴ്സ് എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സുമാണ്. ഇഗ്നോയിൽ ഓൾറെഡി MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവൈലബിൾ ആണ്. അത് ഒരുപാട് ലേണേഴ്സ് ഇപ്പോൾ MA എക്കണോമിക്സ് ഒക്കെ എടുക്കാൻ വന്നിട്ട് പലരും അവസരം MA ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് എടുക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, അതേപോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. സോ ഈ 2 കോഴ്സസും ഇഗ്നോയിൽ സ്കൂൾ ഓഫ് ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സാണ്, MA കോഴ്സാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ MA ഓഫ് ആർട്സ് വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് MAWGSR എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു 2 വർഷത്തെ കോഴ്സാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ കോഴ്സിൻ്റെ കരിയർ ഓപ്ഷൻ നെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ് പോലത്തെ എക്സാംസ് എഴുതി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് മാറാൻ സാധിക്കും. അതേപോലെ തന്നെ റിസർച്ച് ഫീൽഡിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് JRF ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ വർക്ക് ചെയ്യുന്ന NGOസും അഡ്വക്കസി ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. സോ അവരുടെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മാത്രമല്ല നാഷണലും ഇൻ്റർനാഷണലും ലോക്കലുമായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓർഗനൈസേഷൻസിൽ അതേപോലെ തന്നെ മാസ് മീഡിയ, അതായത് നമ്മുടെ TV, പ്രിൻറ്റ് തുടങ്ങിയ മീഡിയാസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടീച്ചിങ്, റൈറ്റിംഗ്, എഡിറ്റിംഗ്, ഈ ഓപ്ഷൻസിലേക്കൊക്കെ അഥവാ ഈ മേഖലകളിലേക്കൊക്കെ നിങ്ങളുടെ കരിയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു MA കോഴ്സ് ചെയ്തു റെഡിലി നമുക്ക് ഒരു ജോബ് അവൈലബിൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഴ്സ് ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു MA കോഴ്സ്, ഇത്തരത്തിലുള്ള ഒരു MA കോഴ്സ് ചെയ്യുകയും നമുക്ക് മറ്റ് കരിയേഴ്സിലേക്ക് പോകണമെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ട്രാൻസിഷൻ നടത്താം എന്ന കാര്യം കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം. അത് വീഡിയോയുടെ അവസാനം മെൻഷൻ ചെയ്യാം. കാരണം നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന 2 MA കോഴ്സസിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് അവസാനം പറയുമെന്ന് പറഞ്ഞത്. എന്തായാലും ആദ്യത്തെ MA കോഴ്സായിട്ടുള്ള വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസിൻ്റെ സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഇയറിൽ വരുന്നത്, അതായത് 4 സെമസ്റ്ററിലായിട്ടായിരിക്കും ഈ കോഴ്സ് നടക്കുക. 80 ക്രെഡിറ്റ്സിനാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, അതേപോലെ ജെൻഡർ ആൻഡ് പവർ ആണ്. ഇനി ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിൽ കൺസ്ട്രക്റ്റിംഗ് ജെൻഡർ ത്രൂ ആർട്സ് ആൻഡ് മീഡിയ, ജെൻഡേർഡ് ബോഡീസ് ആൻഡ് സെക്ഷുവാലിറ്റീസ്, ജെൻഡർ ആൻഡ് സൊസൈറ്റി തുടങ്ങിയ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എന്താണ്, ബയോളജിക്കൽ ആയിട്ടുള്ളൊരു കൺസ്ട്രക്റ്റ് ആണ്. അതേസമയം ഈ വുമൺ അതേപോലെ തന്നെ മാൻ എന്ന് പറയുന്ന സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. ഈ ജെൻഡറിൻ്റെ ബേസിസിൽ നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി ഒരു ഇന്ത്യൻ സമൂഹമൊക്കെ കുറച്ചും കൂടി ഒരു പാട്രിയാർക്കൽ നേച്ചറുണ്ട്. അത് ഒരുപാട് മാറി വരുന്നുണ്ട്. എങ്കിൽ പോലും ആ പാട്രിയാർക്കൽ നേച്ചറിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് കാരണം കൊണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ പോരാടി നേടിയെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു കാലഘട്ടവും അത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ത്രീയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് തീർത്തും റെലവൻ്റ് ആണ്. അതിൻ്റെ ഒരുപാട് ഡയമെൻഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ MA കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്കും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതായത് സെക്കൻഡ് ഇയറിൽ 3rd ഉം 4th സെമസ്റ്ററിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജെൻഡർ ലിറ്ററേച്ചർ കൾച്ചർ എന്ന സ്പെഷ്യലൈസേഷൻ എടുക്കാം. അപ്പോൾ അതിൻ്റെ കീഴിൽ 2 കൃത്യമായിട്ടുള്ള സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ജെൻഡേർഡ് നേഷൻ എന്ന് പറയുന്ന ഒരു 2 സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അതേസമയം നമ്മൾ വിമൻ സ്റ്റഡീസ് സ്പെഷ്യലൈസേഷനാണ് എടുക്കുന്നതെങ്കിലും റിസർച്ച് മെത്തേഡ്സും അതേപോലെ തന്നെ വിമൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റും ആയിരിക്കും പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ തീരുമാനമാണ് ഇതിലേത് സ്പെഷ്യലൈസേഷൻ എടുക്കണം എന്നുള്ളത്. വീണ്ടും 4th സെമസ്റ്റർ വരുമ്പോഴും ജെൻഡർ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ സ്പെഷ്യലൈസേഷനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് മോഡേണിസം, ജെൻഡർ ആൻഡ് ലൈഫ് നറേറ്റീവ്സ്, അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് വർക്കും ചെയ്യണം. ഇനി നമ്മൾ വിമൻ സ്റ്റഡീസ് സ്പെഷ്യലൈസേഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ
വിമൺ ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്, വിമൺ ഇൻ ദ എക്കോണമി, അതേപോലെ തന്നെ പ്രൊജക്റ്റ് വർക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ റിസർച്ച് മെത്തേഡ്സും പ്രൊജക്റ്റ് വർക്കും കോമൺ ആണ്. അപ്പോൾ ഈ റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇത്തരത്തിൽ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ വിമണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് നമുക്ക് റിസർച്ച് ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. ഇത്തരത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് വർക്കായിരിക്കും MWGP101 എന്ന് പറയുന്ന കോഴ്സിലൂടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കാരണം ഈ ഒരു പ്രൊജക്റ്റ് വർക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു ടോപ്പിക് എടുത്ത് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഹാൻഡ് ബുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച റിസർച്ച് മെത്തഡോളജീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒരു പ്രൊജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആദ്യത്തെ MA കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ MA കോഴ്സിനെ കുറിച്ച് നോക്കാം. സോ രണ്ടാമത്തെ MA കോഴ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു ടേബിളിൻ്റെ കീഴിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ടേബിളിൻ്റെ താഴെ കൃത്യമായിട്ട് ഒരു നോട്ട് ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലേണേഴ്സ് വിൽ ഹാവ് ആൻ ഓപ്ഷൻ ബിറ്റ്വീൻ 1 to 3 month internship with an NGO or other approved organization or undertaking a research project depending on their individual interest or preparation and employment circumstances. Lateral entry for the second year learners who have successfully completed PG diploma in women and gender studies program, he or she they can take admission in the second year of MAW-GSR. അതായത് ഇവിടെ പറയുന്നത് നമുക്കൊരു 1 to 3 monthsൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് ഒരു NGO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇഗ്നോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലാറ്ററൽ എൻട്രിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇഗ്നോയിൽ ഓൾറെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. സോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഫസ്റ്റ് ഇയറിന് ശേഷം ഒരു എക്സിറ്റ് എടുക്കുകയാണ്, അതായത് ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്യണം, നമ്മൾ അസൈൻമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം, എക്സാമും പാസ്സാവണം. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാതെ നിങ്ങൾക്കൊരു എക്സിറ്റ് ഓപ്ഷൻ എടുക്കാം. അങ്ങനെ എക്സിറ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ ഇൻ വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ആയിരിക്കും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവാർഡ് ചെയ്യപ്പെടുക. എന്താണ് PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവാർഡ് ചെയ്യപ്പെടുക. ഇനി നമുക്ക് അടുത്ത MA കോഴ്സിലേക്ക് പോവാം. ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. ഇതിൻ്റെ പ്രോഗ്രാം കോഡ് MAGD ആണ്. സ്കൂൾ ഓഫ് ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ നമുക്ക് ബുക്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാവുന്നതുമാണ്. അപ്പം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു ലേണർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലെയും കോഴ്സസ് സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ഒരു കമ്പൽസറി കോഴ്സും പിന്നെ ഏതെങ്കിലും 8 കോഴ്സസ് എലക്റ്റീവ് കോഴ്സസ് ആണ്. കോഴ്സസിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ കോഴ്സസ് നമുക്ക് നോക്കാം. ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് പ്രാക്ടീസ്, ജെൻഡർ അനാലിസിസ്, ജെൻഡർ സെൻസിറ്റീവ് പ്ലാനിംഗ് ആൻഡ് പോളിസി മേക്കിംഗ്, റിസർച്ച് മെത്തഡോളജീസ് ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അതേപോലെ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് ഒരു ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ്, അങ്ങനെ ഒരു കോഴ്സും കൂടി വരുന്നുണ്ട്. ഒപ്പം സെക്കൻഡ് ഇയറിലെ കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ അതായത് സെക്കൻഡ് ഒരു ഇൻറ്റേൺഷിപ്പ്, രണ്ടാമതൊരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഈ ഇൻറ്റേൺഷിപ്പും ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രൊജക്റ്റും ഒക്കെ വരുന്ന അവസരത്തിൽ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഗൈഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗൈഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രൊജക്റ്റും ഇൻറ്റേൺഷിപ്പും ചെയ്യേണ്ടത്, റിപ്പോർട്ട് വെക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് ഇയറിലെ എലക്റ്റീവ് കോഴ്സസിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഓഫ് കോഴ്സസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 8 കോഴ്സസ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കോഴ്സിനും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള 8 കോഴ്സസ് സെലക്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ട് നമ്മൾ 72 ക്രെഡിറ്റ്സ് പൂർത്തിയാക്കുമ്പോഴാണ് നമുക്ക് MA ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി ഇവിടെ താഴെ വീണ്ടും ഈ ടേബിളിൻ്റെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓഫ് ദി 10 electives on offer, MGSE1, MGSE2, അതേപോലെ തന്നെ 3, 4, 6, 7, 9, 10, 13 and 20, 8 electives have to be completed.
learners who enroll for the MA and Gender Development Studies could exit with postgraduate diploma in Gender and Development Studies if they successfully complete the first year courses എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ MA കോഴ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങി നമുക്ക് എക്സിറ്റ് ചെയ്യാം 1ാമത്തെ വർഷത്തിന് ശേഷം. അതേസമയം നിങ്ങൾ 2 വർഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MA ഡിഗ്രി കരസ്ഥമാക്കാനും സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ MA ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അതേപോലെ തന്നെ വിമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന MA കോഴ്സുകളെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ഈ 2 കോഴ്സിനും ഒരുപാട് കാര്യങ്ങൾ സിമിലറാണ്. ജെൻഡർ എന്ന് പറയുന്നത് ഈ 2 കോഴ്സസിലും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാൽ വിമണിനെ ഫോക്കസ് ചെയ്തായിരിക്കും കുറേയും കൂടി ആദ്യത്തെ MA കോഴ്സിലെ കണ്ടൻറ്റ് വരുന്നത്. അതേസമയം ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് 2ാമത്തെ MA കോഴ്സിലെ കണ്ടൻറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നെറ്റൊക്കെ എഴുതി റിസർച്ച് ഫീൽഡിലേക്ക് പോകാം, ടീച്ചിങ്ങിലേക്ക് പോകാം. അതേപോലെ തന്നെ റൈറ്റിംഗ്, എഡിറ്റിംഗ്, മാസ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന TV ആയിക്കോട്ടെ, പ്രിൻ്റ് ആയിക്കോട്ടെ, ഡിജിറ്റൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന കരിയർ ഓപ്ഷൻസിലെല്ലാം ഏറ്റവും കൂടുതലൊരു സാധ്യത തോന്നുന്നത് നമുക്ക് NGOസിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ വിവിധ അഡ്വക്കസി അല്ലെങ്കിൽ റൈറ്റ്സിനൊക്കെ വേണ്ടി വാദിക്കുന്ന ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഈ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് പ്രോജക്ട്സിലും ഡിഫറെൻറ്റ് ജോബ് റോൾസിലേക്കും ഓപ്പണിങ്സ് വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യുകയും നമുക്ക് ആ ജോബുകളിലേക്ക് പോകാനും സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ കേവലം ഒരു MA ഡിഗ്രി എടുത്തതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ജോബ് റോൾസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ അവർ സെലക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇഗ്നോയിൽ ഈ ഒരു ഡിഗ്രി കോഴ്സ് പെർസ്യൂ ചെയ്യാൻ പല റീസൺസ് ഉണ്ടായിരിക്കും. ചിലർ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, ചിലർ അവരുടെ ഡിഗ്രിക്ക് ശേഷം ഒരു BA ഡിഗ്രി അല്ലെങ്കിൽ ഒരു BSc ഡിഗ്രി, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അതിനുശേഷം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് ശേഷം ഒരു PG എടുക്കുമ്പോൾ അവർ ഇങ്ങനത്തെ NGOസിലൊക്കെ വർക്ക് ചെയ്യാമെന്ന ആഗ്രഹത്തോടെ ഈ കോഴ്സ് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഒരുപക്ഷെ റൈറ്റിംഗ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം കൊണ്ടും ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചെടുക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റ് പല റീസൺസും ഉണ്ടായിരിക്കാം. പലരും ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലേക്കോ UPSCയോ SSC CGLO പോലത്തെയൊക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു MA കോഴ്സ് ആയിരിക്കാം ഇത്. സോ എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ജോബിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് കൃത്യമായിട്ട് കോളേജിൽ വന്ന് കിട്ടുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് പോസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഗ്നോയിൽ ഈ കോഴ്സ് ചെയ്യുന്ന അവസരത്തിൽ ജെൻഡർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വിമനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സിൽ നമ്മുടെ തന്നെ ആർട്ടിക്കിൾസ് ഏതെങ്കിലും നല്ല നല്ല മാഗസിൻസിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അത്തരത്തിൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കലായിട്ടോ അഥവാ നിങ്ങളുടെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള NGOസിലൊക്കെ ഓപ്പർച്യൂണിറ്റി, അതായത് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്ത് അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 2 വർഷം കൊണ്ട് നമ്മൾ ഈ MA കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ കിട്ടുകയും അതുവഴി നമുക്ക് കുറേ അധികം ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പിന്നീട് അത്തരത്തിലുള്ള കോൺടാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തുറക്കാൻ ഇടയാകും. മാത്രമല്ല ഈ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടും വോളണ്ടറി ആയിട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് പിന്നീട് നിങ്ങളുടെ MA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ റെസ്യൂമേക്ക് വലിയൊരു ബൂസ്റ്റ് തരുന്ന ഫാക്ടറായി മാറും. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MA കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സജഷനാണ്. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, please kindly subscribe to our channel. Also share with more IGNOU friends so that we can reach maximum number of learners. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് കോഴ്സസിൻ്റെ പ്രോഗ്രാം ഡീകോഡ് അവൈലബിൾ ആണ്. MA, BA, MSW, അതേപോലെ തന്നെ MBA കോഴ്സസ്, BCom, MCom തുടങ്ങിയ ഒരുപാട് കോഴ്സസിൻ്റെ ഡീകോഡ് അവൈലബിൾ ആണ്. ആ ഡീകോഡിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി, അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് കോഴ്സ് സ്യൂട്ടബിൾ, ഏതൊക്കെയാണ് സബ്ജക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ പ്രോജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് A to Z ഇൻഫോ കവർ ചെയ്യുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. ഇഗ്നോയുടെ അഡ്മിഷൻ തൊട്ട് സർട്ടിഫിക്കേഷൻ വരെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഉള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വില്ലിംഗ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562636464
69 എന്ന നമ്പറിലേക്ക് നമുക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങളുടെ മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു 24 hours തന്നെ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരാൻ ശ്രദ്ധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ആസ് എ ടോക്കൺ ഓഫ് സപ്പോർട്ട്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. Stay tuned. Have a happy learning experience. Thank you.